നിർവാണ ഷഡ്ഗത്തിലെ 4-ാമത്തെ ശ്ലോകം. ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാന യജ്ഞാ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം. ന പുണ്യം ന പാപം, ഞാൻ പുണ്യമല്ല പാപമല്ല. ന സൗഖ്യം ന ദുഃഖം, സുഖമല്ല ദുഃഖമല്ല. ന മന്ത്രഃ ന തീർത്ഥം, മന്ത്രമല്ല തീർത്ഥമല്ല. ന വേദാഃ ന യജ്ഞാഃ, വേദങ്ങളല്ല യജ്ഞങ്ങളല്ല. അഹം ഭോജനം ന ഏവ, ഞാൻ ഭോജനം അല്ല തന്നെ. ന ഭോജ്യം ന ഭോക്ത, ഭുജിക്കപ്പെടേണ്ടതോ ഭോക്താവോ ഞാനല്ല. അഹം ചിദാനന്ദരൂപഃ ശിവഃ, ഞാൻ ബോധാനന്ദ സ്വരൂപനായ പരമാത്മാവാണ്. അഹം ശിവഃ, ഞാൻ പരമാത്മാവാണ്. ഞാൻ പുണ്യമല്ല പാപമല്ല സുഖമല്ല ദുഃഖമല്ല, മന്ത്രമല്ല തീർത്ഥമല്ല വേദങ്ങളല്ല യജ്ഞങ്ങളല്ല. ഞാൻ ഭോജനമല്ല തന്നെ, ഭുജിക്കപ്പെടേണ്ടതോ ഭോക്താവോ ഞാനല്ല. ഞാൻ ബോധാനന്ദ സ്വരൂപനായ പരമാത്മാവാണ്. ഞാൻ പരമാത്മാവാണ്. അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ്. അതുകൊണ്ട് തന്നെ അതുമാത്രമേ നിലവിലുള്ളൂ. അക്കാരണത്താൽ രണ്ടുണ്ട് എന്ന തോന്നൽ ഉളവാക്കുന്ന എല്ലാം അവിദ്യ കൽപ്പിതങ്ങളാണ്. എല്ലാ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളും മോക്ഷശാസ്ത്രം ഉൾപ്പെടെ എല്ലാ ശാസ്ത്രങ്ങളും അവിദ്യ കൽപ്പിതങ്ങളാണ്. ഇത് വേദാന്ത ശാസ്ത്രം തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. ബൃഹദാരണ്യകോപനിഷത്ത് 4-ാം അധ്യായം 3-ാമത്തെ ബ്രാഹ്മണത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ പരമാത്മ സാക്ഷാത്കാരത്തോടെ വേദങ്ങൾ പോലും വേദങ്ങളല്ലാതായി തീരുമെന്നാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. വേദങ്ങൾ വേദങ്ങളല്ലാതാകുന്നതോടെ വേദവിഹിതങ്ങളായ യജ്ഞാദി കർമ്മങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാതാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. വേദങ്ങളും യജ്ഞങ്ങളും പോലും ഇല്ലാതായി മാറുമെങ്കിൽ പിന്നെ ആപേക്ഷികമായ പുണ്യം പാപം സുഖം ദുഃഖം മന്ത്രം തീർത്ഥം മുതലായവയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ദൈനംദിന ഭോജനം അവിദ്യയായി മാറുമെന്നത് മാത്രമല്ല, അതിൻ്റെ കർമ്മഫലം, അതായത് ഭുജിക്കേണ്ടതായ കർമ്മഫലവും ഇല്ലാതാകും. ഭോക്താവില്ലെങ്കിൽ പിന്നെ എന്ത് ഭോജ്യം? ബോധാനന്ദ സ്വരൂപനായ പരമാത്മാവല്ലാതെ പിന്നെ ഒരു തരി പോലും മറ്റൊന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. 5-ാമത്തെ ശ്ലോകം. ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം. മൃത്യുഹു ന, മരണമില്ല. ശങ്ക ന, സംശയമില്ല. മേ ജാതിഭേദഃ ന, എനിക്ക് ജാതിഭേദമില്ല. പിതാ ന ഏവ, അച്ഛൻ ഇല്ല തന്നെ. മാതാ ന ഏവ ജന്മ ച, മാതാവില്ല ജന്മവുമില്ല. ന ബന്ധുഹു, ബന്ധുവില്ല. മിത്രം ന, സുഹൃത്തില്ല. ഗുരുഹു ശിഷ്യഃ ന ഏവ, ഗുരുവോ ശിഷ്യനോ ഇല്ല. അഹം ചിദാനന്ദരൂപഃ ശിവഃ, ഞാൻ ബോധാനന്ദ സ്വരൂപനായ പരമാത്മാവാണ്. അഹം ശിവഃ, ഞാൻ പരമാത്മാവാണ്. മരണമില്ല, സംശയമേ ഇല്ല. എനിക്ക് ജാതിഭേദമില്ല. അച്ഛൻ ഇല്ല തന്നെ, മാതാവില്ല തന്നെ. ജന്മവുമില്ല, ബന്ധുവുമില്ല. സുഹൃത്തില്ല, ഗുരുവോ ശിഷ്യനോ ഇല്ല. ഞാൻ ബോധാനന്ദ രൂപനായ പരമാത്മാവാണ്. ഞാൻ പരമാത്മാവാണ്. മരണമില്ല, സംശയമേ ഇല്ല. മരണമില്ലെങ്കിൽ ജനനവുമില്ല എന്ന് തീർച്ചയാണല്ലോ. ജനിക്കാത്ത ജീർണിക്കാത്ത ആനന്ദരൂപമായ ഒരു വസ്തുവേ നിലവിലുള്ളൂ. സർവം ബ്രഹ്മമയം.
സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നുമില്ല, മായയില്ല, അവിദ്യയില്ല, സർവം ബ്രഹ്മമയം. പിന്നെ മായയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുമൊക്കെയുള്ളതായി വിവരിച്ചിരിക്കുന്നത്, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ വിവരിച്ച് കാണിച്ചിട്ട് അതൊക്കെ മായയാണ്, അതായത് ഇല്ലാത്തതാണ് എന്ന് തള്ളിക്കളയാൻ വേണ്ടി മാത്രമാണ്. ഉള്ളത് ഒന്നേയുള്ളൂ, അത് സച്ചിദാനന്ദ രൂപമായ ബ്രഹ്മം മാത്രം. ഒന്നേയുള്ളൂ എന്ന് സിദ്ധാന്തിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഒന്നേ ഉള്ളതാകാൻ പറ്റൂ എന്നുള്ളതാണ് കാരണം. പരമകാരണം കണ്ടെത്തിയാലാണ് പ്രപഞ്ച രഹസ്യം വെളിപ്പെടൂ. പരമകാരണം കണ്ടെത്തിയാൽ പിന്നെ അതല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കാനേ സാധ്യമല്ല. പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് ആനന്ദബോധരൂപമായ ബ്രഹ്മം. അതിൽ സങ്കല്പങ്ങൾ ഉൾപ്പെടെ ഉണ്ടെന്ന് തോന്നുന്നതെല്ലാം അത് തന്നെയാണ്. 6-ാമത്തെ ശ്ലോകം. അഹം നിർവികൽപ്പോ നിരാകാരരൂപ വിഭുത്വാച സർവത്ര സർവേന്ദ്രിയാണാം ന ച സംഗതം നൈവ മുക്തിർന ബന്ധ ചിദാനന്ദരൂപഃ ശിവോഹം ശിവോഹം. അഹം നിർവികൽപ്പഃ, ഞാൻ രണ്ടെന്ന ഭേദം സ്പർശിക്കാത്തവനാണ്. നിരാകാരരൂപഃ, നാമരൂപാകാരങ്ങളൊന്നും എനിക്കില്ല. സർവത്ര സർവേന്ദ്രിയാണാം, എല്ലായിടത്തും എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഭുത്വാച്ച അനുഭവം എൻ്റെ അനുഭവം തന്നെയായതുകൊണ്ടും ന സംഗതം ന ച, ഒന്നിൽ നിന്നും ഭിന്നനായി നിൽക്കുന്നവനല്ല. ന മുക്തിഹി ന ബന്ധഃ, അതുകൊണ്ട് തന്നെ എനിക്ക് മോക്ഷമോ ബന്ധമോ ഇല്ല. അഹം ചിദാനന്ദരൂപഃ ശിവഃ, ഞാൻ ബോധാനന്ദ രൂപനായ പരമാത്മാവാണ്. അഹം ശിവഃ, ഞാൻ പരമാത്മാവാണ്. ഞാൻ രണ്ടെന്ന ഭേദം സ്പർശിക്കാത്തവനാണ്. നാമരൂപാകാരങ്ങളൊന്നും എനിക്കില്ല. എല്ലായിടത്തും എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അനുഭവം എൻ്റെ അനുഭവം തന്നെ ആയതുകൊണ്ടും ഒന്നിൽ നിന്നും ഭിന്നനായി നിൽക്കുന്നവനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് മോക്ഷമോ ബന്ധമോ ഇല്ല. ബോധാനന്ദരൂപനായ പരമാത്മാവാണ് ഞാൻ പരമാത്മാവാണ്. രണ്ടുണ്ട് എന്ന ഭേദഭാവനയുടെ സ്പർശം പോലും ഇല്ലാത്തവനാണ് ഞാൻ. പ്രപഞ്ചത്തിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ആ രണ്ടില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. പരമകാരണം കണ്ടെത്താതെ ഒരു ചിന്തകനും പ്രപഞ്ച രഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നതല്ല. പരമകാരണം ഒരിക്കലും രണ്ടുണ്ടാകാൻ പറ്റുകയില്ല. രണ്ടുണ്ട് എന്ന് വന്നാൽ അവയ്ക്ക് രണ്ടിനും വേറിട്ട് നിൽക്കാൻ ഇടമരുളുന്ന മൂന്നാമത് ഒന്നിനെ അംഗീകരിക്കേണ്ടതായി വരും. അതോടെ രണ്ടിൻ്റെ പരമകാരണത്വം നഷ്ടപ്പെടും. ഇടമരുളുന്ന മൂന്നാമത്തേതായിത്തീരും പരമകാരണം. അങ്ങനെ രണ്ടിൻ്റെ സ്പർശമില്ലാത്ത ഒരു പരമകാരണത്തെ അംഗീകരിച്ചാൽ നാമരൂപഭേദങ്ങളൊന്നും സാധ്യമല്ല. ഒന്നേയുള്ളുവെങ്കിൽ നാമരൂപഭേദങ്ങൾ പോലും എവിടെ നിന്ന് വരാനാണ്? അപ്പോൾ പിന്നെ പലത് കാണുന്നത് എന്താണ്? ഈ പ്രപഞ്ചരൂപങ്ങളൊക്കെ, പ്രപഞ്ചത്തിൽ നാമരൂപാത്മകമായ വസ്തുക്കളെല്ലാം പലതായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം വരാം. അവയൊക്കെ മരുഭൂമിയിലെ കാനൽ ജലം പോലെ ഭ്രമദൃശ്യങ്ങളാണ്. ഭ്രമദൃശ്യങ്ങൾ എവിടെയും വസ്തു തന്നെയാണ്. കാനൽ ജലം പൂർണ്ണമായും മരുഭൂമി തന്നെയാണ്. ഭ്രമദൃശ്യങ്ങളെ എല്ലാം, ആ ഭ്രമദൃശ്യങ്ങളുടെ എല്ലാം അധിഷ്ഠാന വസ്തുവായി തന്നെ അറിയുന്നതാണ് ജ്ഞാനം. ആ അധിഷ്ഠാന വസ്തു ആണ് ഈ ഭ്രമദൃശ്യങ്ങൾക്കെല്ലാം കാരണം എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചമായി കാണപ്പെടുന്ന എല്ലാ കാഴ്ചകളും പൂർണ്ണമായി പരമകാരണമായ ബ്രഹ്മം തന്നെയാണെന്ന് കണ്ടനുഭവിക്കുന്നതാണ് ജ്ഞാനം. രണ്ടെന്ന ഭേദഭാവനയുടെ സ്പർശം പോലുമില്ല. ഇതാണ് ബ്രഹ്മത്തിൻ്റെ നിർവികൽപ്പസ്ഥിതി. ബ്രഹ്മം നിർവികൽപ്പമായതുകൊണ്ട് തന്നെ അവിടെ നാമരൂപാകാരങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അതാണ് നിരാകാര രൂപത്വം. ഒരേ ബോധമാണ് ഇന്ദ്രിയങ്ങൾ വഴി വിവിധ പ്രപഞ്ച രൂപങ്ങളെ ഉണ്ടെന്ന് തോന്നിക്കുന്നത്.
ഇവിടെ ഇന്ദ്രിയങ്ങളും പ്രപഞ്ച നാമരൂപങ്ങളും ഒരുപോലെ ബോധവിവർത്തങ്ങളായതുകൊണ്ട് തന്നെ ബോധം തന്നെയാണ്. ഈ ബോധവിവർത്തങ്ങളായതുകൊണ്ട് ഇതെല്ലാം ബോധം തന്നെയാണ്. അത് എങ്ങനെ മനസ്സിലായി, അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, ബോധമില്ലേ അവയൊന്നും തന്നെയില്ല. അങ്ങനെ അറിയാം, അങ്ങനെയാണ് അത് അറിയേണ്ടത്. ബോധത്തെ വിട്ടു നിൽക്കാൻ ഒന്നിനും സാധ്യമല്ല. അതുകൊണ്ടെല്ലാം തന്നെ ബോധം ആണ്, എല്ലാം ബോധം തന്നെയാണ്. ഈ വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കുകയല്ല അറിയുകയാണ്. ഈ സംഗതി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബന്ധത്തിന് പ്രസക്തി എവിടെയാണുള്ളത്? രണ്ടുണ്ടെങ്കിലല്ലേ ബന്ധമുള്ളൂ. ബന്ധമില്ലെങ്കിൽ പിന്നെ മോക്ഷത്തിന് പ്രസക്തി എവിടെയാണ്? ബന്ധമോക്ഷങ്ങളെല്ലാം ബോധത്തിലെ വെറും കൽപ്പനകൾ മാത്രമാണ്. പരമകാരണമായ ബോധമാകട്ടെ മറമാറി തെളിഞ്ഞു കഴിഞ്ഞാൽ അഖണ്ഡവും നിശ്ചലവും ആനന്ദരൂപവുമാണ്. ഒരു സത്യാന്വേഷി അനുഭവത്തിനായി ഇക്കാര്യങ്ങൾ നിരന്തരം അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. ഓം ശാന്തി ശാന്തി ശാന്തി.